ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് 3-4 ക്യാരറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ അതിനായിട്ട് ക്യാരറ്റ് എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നല്ലപോലെ കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് കഴുകി വാരിയ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു. പാലും അരയ്ക്കാൻ ആവശ്യത്തിനുള്ള പാലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തുറന്ന് അതിലോട്ട് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പാലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും പാലും പഞ്ചസാരയും അരിപ്പൊടിയെല്ലാം നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി ചെമ്പ് ചൂടാക്കി അതിലേക്ക് എണ്ണ തടവിയ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരച്ചെടുത്ത ക്യാരറ്റ് കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. പിന്നെ മിക്സിയുടെ ക്യാരറ്റ് അരച്ചെടുത്ത അതേ ജാറിലേക്ക് പാലും 2 കപ്പ് അരിപ്പൊടിയും പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. ക്യാരറ്റ് അരച്ചെടുത്ത ഇഡ്ഡലി ചെമ്പ് തുറന്ന് നമ്മൾ ഒഴിച്ച കിണ്ണത്തിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇഡ്ഡലി ചെമ്പ് മൂടി വേവിച്ചെടുക്കുന്നു. വെന്തതിന് ശേഷം മൂടി തുറന്ന് പുഡിങ് തണുക്കാനായി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല സ്വാദുള്ള ഒരു വിഭവമാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.